കായലിൽ നിന്നൊരു കാറ്റ് കയറി വന്നു. വല വിരിച്ച പോലെ അവളുടെ മുടി ഉയർന്നു പടർന്നു. മുറ്റത്തെ ചെമ്പരത്തിമൊട്ടെല്ലാം ഒന്നനങ്ങി ഒന്നോടൊന്ന് വിടർന്നു. പരല് തിളങ്ങുന്ന ചിരിയും നീല ഞരമ്പുകൾ ഓടിക്കളിക്കുന്ന കാൽപാദവും ഇടവപ്പാതിയിലെ കായൽ പോലെ വിശാലമായ കണ്ണുകളുമുള്ള ട്വിങ്കിൾ റോസാ പുന്നൂസ്. അവളുടെ മനസ്സമ്മതത്തിൻ്റെ തലേന്ന് രാത്രി പശപ്പറ്റ് എന്ന ഒരിനം ചാരനിലാവ് കായലിന് മീതെ നീങ്ങിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകതയുള്ളതാണെന്ന് ദേശാടന കിളികളുടെ കൂട്ടവിളിയും പറന്നുയരലും ഇണചേരലും കണ്ടാൽ അറിയാമായിരുന്നു. GR ഇന്ദുഗോപൻ്റെ പുസ്തകം ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും 3 കഥകളെ ഉൾച്ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. കഥകളുടെ ദൃശ്യവത്കരണ സാധ്യതകളെ അപാരമായി വിനിയോഗിക്കുന്ന ഒരു രചനാതന്ത്രമാണ് GR ഇന്ദുഗോപൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ കഥയായ ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും ട്വിങ്കിൾ റോസാ പുന്നൂസിൻ്റെ കഥ പറയുന്നു. ഇരുട്ടും നിലാവും നനവും കാറ്റുമൊക്കെ കഥയുടെ മാറ്റുകൂട്ടുന്നു. ട്വിങ്കിൾ റോസയുടെ പ്രണയപര്യായമായി മാറുന്ന പുണ്യാളൻ ദ്വീപ്. അവിടെ വെളുപ്പിന് ഓറഞ്ച് നിറത്തിൽ നീണ്ടകര കടലിൽ നിന്ന് പൊങ്ങി വരുന്ന സൂര്യൻ. രാത്രി അഷ്ടമുടിക്കായലിനു മീതെ വയലറ്റ് മേഘങ്ങൾക്കിടയിലൂടെ തുടുത്തു കയറി വരുന്ന ചന്ദ്രൻ. ചെറുക്കന്മാർ അത്ര വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ ഹാരോച്ച എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു പെണ്ണ്. അവൾ ആനന്ദത്തിൻ്റെ റാണിയായിരുന്നു. എന്നാൽ അവൾ അന്വേഷിച്ചത് തവളകൾക്കും ചീവീടുകൾക്കും മാത്രമല്ല, മീനുകളുടെ തുടിപ്പുകൾക്ക് പോലും സംഗീതമുള്ള ഒരു ദേശത്തെയായിരുന്നു. നീല അമാവാസിയും മഞ്ഞക്കക്കകളും കണ്ടൽ കാടുകളുമൊക്കെ അവളെ ഭ്രമിപ്പിച്ചു. എന്നാൽ ട്വിങ്കിളിൻ്റെ പ്രണയം ഒരു ദ്വീപുമായി ബന്ധപ്പെട്ടത് എങ്ങനെയായിരിക്കും? അവളെ പ്രണയിച്ച മോഹിച്ച ആ 12 കാമുകന്മാർ എങ്ങനെയായിരിക്കും അവളിലേക്ക് എത്തിയിട്ടുണ്ടാവുക? ട്വിങ്കിൾ റോസാ പുന്നൂസിൻ്റെ പ്രണയത്തിൻ്റെ കണക്ക് ഈ വെറും 12 എണ്ണം മാത്രമാണോ? അവൾ തന്നെ കഥയിൽ പറയുന്നുണ്ട് അവളുടെ പ്രണയത്തിന് പല നിലകളുണ്ടെന്ന്. എന്നാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ആ പ്രണയത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയാണ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ട്വിങ്കിൾ റോസാ പുന്നൂസ് എത്തിച്ചേരുന്നത്? അവളുടെ മനസ്സിൻ്റെ മതിപ്പിക്കുന്ന മോഹങ്ങളെ അറിയുകയും അവളുടെ പ്രണയത്തെ പൂർണ്ണമായി വായിച്ചറിയുകയും ചെയ്ത ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കുമോ? ഇത്തരത്തിൽ നിരവധി മനോഹരമായ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി ഈ കഥ നമ്മൾക്ക് നൽകുന്നുണ്ട്. മനോഹരമായ സിനിമാറ്റിക് പശ്ചാത്തലത്തിൽ കഥയുടെ ദൃശ്യബിംബങ്ങളിലൂടെ അണിയിച്ചൊരുക്കുന്ന ഒരു സുന്ദരമായ കഥയാണ് ഈ പുസ്തകത്തിലെ 1ാമത്തെ കഥ. ഇതിലെ 2ാമത്തെ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു വലിയ ഗോഡൗൺ നിറയെ കുപ്പിവളകളും പിച്ചിപ്പൂവിൻ്റെ ഗന്ധവുമൊക്കെയുള്ള ഒരു തെരുവിലേക്കാണ്. 300 കൊല്ലം മുറ്റിയ ഒരു മരത്തിൻ്റെ കാതലിലെ വളയങ്ങൾ പോലെ അത്രയും സങ്കീർണമായൊരു കമ്പോളവും അതിനുള്ളിലെ രഹസ്യങ്ങളും. പുഷ്പവല്ലിയായും വസന്തയായുമൊക്കെ ആടി തിമിർക്കുന്ന പെണ്ണുങ്ങൾ. അവരുടെ പകയും പ്രതികാരവും പ്രതിരോധവും കൊണ്ട് അവർ തീർക്കുന്ന ഉരുക്കുമുഷ്ടി പോലെ ഉറച്ച പെണ്ണുങ്ങളുടെ കഥകൾ. വ്യക്തിഗതമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ 3ാമത്തെ കഥയാണ്. GR ഇന്ദുഗോപൻ അഭിപ്രായപ്പെടുന്നുണ്ട് 1995 മുതൽ 2000 വരെയുള്ള 5 വർഷക്കാലം അദ്ദേഹം അലഞ്ഞു നടന്നത് അധികവും ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയായ പഴയ തെക്കൻ തിരുവിതാംകൂറിലൂടെയായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിലുള്ള പ്രദേശമാണ് ആരൽവായ്മൊഴി. ആരൽവായ്മൊഴിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു രാത്രി ചെലവിട്ടതിൻ്റെ അനുഭവവും ഒപ്പം അവിടെ നിന്ന് കേട്ട ചില കഥകളും ഭാവനകളുമൊക്കെ ഉൾച്ചേർത്തുകൊണ്ട് GR ഇന്ദുഗോപൻ എഴുതുന്ന കഥയാണ് ഈ പുസ്തകത്തിലെ 3ാമത്തെ കഥ. ആരൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷനും പാളത്തിലൂടെ ഒരു വിനായകൻ പിള്ളയെ അന്വേഷിച്ചു വരുന്ന ഒരു സ്ത്രീയും. എന്നാൽ ആ സ്ത്രീ ഒരു പാതിവെന്ത ശരീരമായാലോ? വെളിച്ചത്തിൻ്റെ മിന്നൽ പിണരുകളും വെളിച്ചത്തിൻ്റെ വാളുകളുടെ ഘോഷയാത്രയുമുള്ള ഒരു രാത്രി. വെള്ളം മിന്നിത്തിളങ്ങുന്ന ഒരു തടാകം. ആ രാത്രിയും കടന്നു വന്ന പകൽ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തീയുടെ ചൂടും ജീവിതത്തിൻ്റെ ഗന്ധവുമുള്ള കാറ്റാടിപ്പാടങ്ങളിലേക്കാണ്. രഹസ്യങ്ങളും
കഥകളും പേറുന്ന കാറ്റാടി യന്ത്രങ്ങൾ. കുന്നിറങ്ങി വരുന്ന കാറ്റുപോലും കനത്ത പ്രഹരമായി മാറുന്ന ജീവിതത്തിൻ്റെ ഇടവഴികൾ. ആ വഴികളിൽ വിനായകൻ പിള്ളയെയും കനകാംബരത്തിനെയും ഒക്കെ വായനക്കാർ ഉള്ളിലുടക്കിക്കൊണ്ട് തിരിച്ചറിയുന്നു. നോവലിൽ ഈ ഒരു ഭാഗം നോക്കൂ. പിന്നെ ആരെങ്കിലും ഇതുവരെ വന്നോ? ഞാൻ ചോദിച്ചു. ഇല്ല, വിനായകൻ പിള്ള പറഞ്ഞു. റെയിൽ ആപ്പീസ് 3-4 കിലോമീറ്റർ അപ്പുറം ഒരു പാതി വെന്ത മൃതദേഹം കിടന്നതായിട്ട് 3-4 മാസം മുൻപ് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. എനിക്കറിയാം, പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളറിയാതെ വഴിയിൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആരെങ്കിലും വന്നാൽ അവർ വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എന്നും ചെന്ന്. ഇപ്പോൾ കനകത്തിനൊപ്പം ഉണ്ടായിരുന്നവർ ആരും അവിടെ കാണില്ല. പക്ഷേ വേദനയുടെ ഒരു തുടർച്ച പോലെ അവർക്ക് ആ കഥ അറിയാമായിരിക്കും. വൈകുന്നേരമായി. അറിഞ്ഞില്ല. ആകാശത്ത് 3 നിലയിൽ 3 കടലുകളിൽ നിന്നുള്ള മേഘങ്ങൾ പൊങ്ങി. 3 തട്ടായി ആകാശം ചുവന്നു തുടങ്ങി. ഞാൻ വിനായകൻ പിള്ളയുടെ വണ്ടിയുടെ പിറകിൽ കയറി മടക്കയാത്ര തുടങ്ങി. ഒരു സംശയം. ഞാൻ ചോദിച്ചു, ഇപ്പോഴും പിന്നെന്തിനാ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കുന്നത്? കാറ്റിനെതിരെ തല തിരിച്ച് വിനായകൻ പിള്ള അത് കേട്ടു. പിന്നെ അല്പനേരം നിശബ്ദനായി വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ എന്നെ തേടി അവർ വരുന്നുണ്ട്. ഇരുട്ടിൽ നിന്ന് അവർ എന്നെ നോക്കി നിൽക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങി നടക്കുന്ന വെന്ത പെണ്ണുങ്ങളുടെ എണ്ണം കൂടി. വെന്ത് വരുന്ന പെണ്ണുങ്ങളും കൂടിയിട്ടുണ്ടാകണം. 1-2 പേരുടെ ജഡം പാളത്തിൽ നിന്ന് കണ്ടെന്ന് വിവരം കിട്ടിയെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. കനകാംബരത്തിൻ്റെ വിനായകൻ പിള്ളയുടെ കഥ ഒരു പ്രതീക്ഷ പോലെ അവർക്കിടയിൽ കിടന്ന് അലയുന്നുണ്ടാകും. അങ്ങനെ അവർ എന്നെ വന്ന് കാണാനിറങ്ങുന്നുണ്ടാകണം. മരിക്കുന്നുണ്ടാകണം, കരയുന്നുണ്ടാകണം, നൊമ്പരപ്പെടുന്നുണ്ടാകണം. ആർക്കറിയാം? ഞാൻ കരുതുന്നത് അവർ വരുമ്പോൾ, എന്നെ കാണുമ്പോൾ എൻ്റെ കനകാംബരമല്ലേ ഓർമ്മിക്കപ്പെടുന്നത് എന്നാ. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കും ചാകുന്നതുവരെ. ഉള്ളിൽ കൊളുത്തി വലിക്കുന്ന എന്തോ ഒരു മാന്ത്രികതയാണ് ഇന്ദുഗോപൻ്റെ എഴുത്തുകളുടെ ശക്തി. ആ വാക്കുകളുടെ പ്രഭാവത്തിൽ വായനക്കാരും കഥയുടെ കായലോളങ്ങളിൽ സ്വയം അറിയാതെ വെന്തു പൊള്ളിക്കൊണ്ടിരിക്കും. കടൽ ഡോൾഫിനുകൾക്കൊപ്പം അവരും നീന്തിമറിയും. ലഹരിയുടെ ചഷകങ്ങളിൽ സ്വയമറിയാതെ മതിമറക്കും.